ദിലീപിനെ വിട്ട നിലയ്ക്ക് എന്നെയും വെറുതെ വിടണം. നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി ഹൈക്കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി ഹൈക്കോടതിയിൽ ഹർജി നൽകി. കുറ്റകൃത്യം നടന്ന വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ല, ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് തനിക്കെതിരായ കുറ്റം. അതേ ആരോപണം നേരിട്ട എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു. ആ ആനുകൂല്യം തനിക്കും ലഭിക്കണമെന്നും മാർട്ടിൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കേസിലെ 3 പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. പ്രദീപ്, വടിവാൾ സലീം എന്നിവരാണ് ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിലെത്തിയ മറ്റ് 2 പേർ. ഈ ഹർജിയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ മാർട്ടിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത 3 പേർ അറസ്റ്റിലായി. പണം വാങ്ങി വീഡിയോ പ്രചരിപ്പിച്ചവരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായതെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. വീഡിയോ ഷെയർ ചെയ്ത 100-ലേറെ സൈറ്റുകൾ പോലീസ് ഇല്ലാതാക്കി. കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. അതിജീവിതയെ അപമാനിക്കുന്ന വീഡിയോ പണം വാങ്ങി പങ്കുവച്ചവരുൾപ്പെടെയാണ് അറസ്റ്റിലായത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ സ്വദേശികളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ്. ഫേസ്ബുക്ക് പേജുകളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. 200-ലേറെ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടി തുടങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കെതിരെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. ഈ പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. ഇതുപ്രകാരം മാർട്ടിൻ അടക്കമുള്ള പ്രതികൾ നിലവിൽ ജയിലിലാണ്.